ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇറാനെ കുറിച്ച് ചെയ്ത വീഡിയോ കുറച്ച് സ്പീഡ് കൂടിപ്പോയെന്ന് പലരും പറഞ്ഞേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ പലരുടെയും വീഡിയോ കാണുമ്പോൾ ഒരു 1.5-2 സ്പീഡൊക്കെ ചിലപ്പോൾ കൂട്ടിയിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാനായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ലാഗ് അടുപ്പിച്ച് നിങ്ങൾക്കും അങ്ങനെ ഒരു അവസ്ഥ വേണ്ടാന്ന് കരുതിയിട്ടാണ് പൊതുവെ സ്പീഡിൽ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പൊതുവെ തന്നെ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്ന ആളുമാണ്. അപ്പൊ ഇനി കുറച്ച് കുറയ്ക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ മൊട്ട എന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ല, അത് ബോഡി ഷെയിം അല്ലേ എന്ന് കുറെ പേര് അഭിപ്രായപ്പെട്ടു. ഞാനായിട്ട് അദ്ദേഹത്തെ അങ്ങനെ ഒരു ഇരട്ടപ്പേരിട്ട് വിളിച്ച് അപമാനിച്ചതല്ല. ആ ചാനൽ തന്നെ പുള്ളി ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്നതായിട്ടും അവർ പരസ്പരം അങ്ങനെ വിളിക്കുന്നതായിട്ടും അതിൽ വലിയ പ്രശ്നമില്ലാത്ത അദ്ദേഹത്തിന് അത് അപമാനകരമായി തോന്നുന്നതായിട്ടൊന്നും എനിക്ക് തോന്നാത്തോണ്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ഞാനത് നിർത്താം. വാർത്തകളിലേക്ക്. നമ്മൾ വാർത്തകളിൽ നിരന്തരം വായിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പശുവിനെ കൊണ്ടുപോയ ഗ്രാമീണരെ ശ്രീരാമസേനക്കാർ തല്ലി, കൊന്നു, ആക്രമിച്ചു, പശുസേനക്കാർ മർദ്ദിച്ചു, മൃതപ്രായരാക്കി എന്നൊക്കെ. എന്നാൽ ഇന്നൊരു വാർത്ത വായിച്ചു. ഇങ്ങനെയാണ് വാർത്ത: പശുക്കളെ കശാപ്പിന് കൊണ്ടുപോയെന്ന് ആരോപിച്ച് തടഞ്ഞു. ശ്രീരാമസേന പ്രവർത്തകരെ മരത്തിൽ കെട്ടിയിട്ട് മറിഞ്ഞേ. ഞാൻ വായിച്ചു തെറ്റിപ്പോയിട്ടാണ്, എന്താ ഇപ്പൊ ഇതെന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടെ നോക്കി. അത് തന്നെ, അതെ, ശ്രീരാമസേനക്കാർക്ക് കുതിര തല്ലിയിട്ടി. തേന്മാവൻ കൊമ്പത്ത് സിനിമയിൽ മോഹൻലാലിനെ മരത്തിൽ കെട്ടിയിട്ടിട്ട് അടിച്ച് പദം വരുത്തിയ പോലെ റെഡിയാക്കി കളഞ്ഞു എന്നാണ്. ആർക്കെങ്കിലും അടി കിട്ടിയെന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരുന്ന ഇങ്ങനെയുള്ള ചില അപൂർവ സന്ദർഭങ്ങളിലാണ്. ആരെങ്കിലും 2 എണ്ണം തിരിച്ചു കൊടുത്താൽ തേരാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള ഈ കലാപരിപാടികളിൽ നിന്ന് മുമ്പും തോന്നിയിട്ടുണ്ട് കേട്ടോ. കർണാടകയിലെ ബലഗാവിലെ ഹുക്കേരി താലൂക്കിലാണ് സംഭവം. പശുക്കളുമായി പോയ വാഹനം തടഞ്ഞ ശ്രീരാമസേന പ്രവർത്തകർ ഇവരെ ഇംഗലി ഗ്രാമത്തിലെ ഒരു ഗോശാലയിലേക്ക് മാറ്റി. ശനിയാഴ്ച വൈകിട്ടോടെ പശുക്കളുടെ ഉടമസ്ഥനായ ബാപ്പുസ മുൾട്ടാനി ഗോശാലയിൽ ചെന്ന് തന്റെ പശുക്കളെ മോചിപ്പിച്ചു. ഇതേക്കുറിച്ച് കേട്ടറിഞ്ഞ് ശ്രീരാമസേനക്കാർ ഗോശാലയിലെത്തി ഇദ്ദേഹവുമായി അടിപിടിയായി. മുൾട്ടാനിയെ പിന്തുടർന്ന് വീട്ടിലെത്തി അവിടെ കശപിശിയായി. വീട്ടിലെത്തി ശ്രീരാമസേന പ്രവർത്തകർ ബഹളം വെച്ചതോടെ ഗ്രാമവാസികൾ പ്രകോപിതരായി. അവരിൽ ഒരു കൂട്ടം ആൾക്കാരങ്ങ് ചേർന്ന് എന്നാ ശരിയാക്കി തരടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മരത്തിൽ കൊണ്ട് കെട്ടിയിട്ട് അടിക്കാൻ തുടങ്ങി. ശ്രീരാമസേന പ്രവർത്തകരോട് പരാതിപ്പെടാൻ പോലീസ് വന്നു പറഞ്ഞു. പക്ഷെ അവർക്ക് പരാതിയില്ലത്ര. എന്താ, അവർ അതിനേക്കാൾ വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. പശുവിനെ കൊണ്ടുപോയ ആള് പറയുന്ന അയാള് പശുവിനെ അറക്കാനൊന്നും കൊണ്ടുപോയതല്ല, അയാൾ ഇവിടെ വളർത്തുന്നതാണ്. ശ്രീരാമസേനക്കാർ അയാളുടെ പണം തട്ടിയെടുക്കാൻ നോക്കി എന്നൊക്കെയാണ് അയാൾക്ക് പരാതിയുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, പൊതിരെ തല്ല് കിട്ടിയിട്ടും ഒരു പരാതിയും ഇല്ലാത്ത ശ്രീരാമസേനക്കാർ എത്ര ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണ്. പേഷ്യന്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? ഇവര് പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യുന്നത്. ഒരാളിൽ തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ വെള്ളപൂശുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്യും. സർജറി ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലത്തെ വാർത്തകളിലെ താരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ഹസൻ ആയിരുന്നു. ഹാരിസ് ചിറക്കൽ എന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അദ്ദേഹം ആരോഗ്യരംഗത്തെ സിസ്റ്റം ഫെയിലിയറിന്റെയൊക്കെ അദ്ദേഹം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, രോഗികൾക്ക് ചികിത്സ കിട്ടാത്തൊക്കെ ഭീകരമായ ഒരു മുഖം തുറന്നു കാണിച്ചു. കേരളം ഒന്നാകെ അത് ഏറ്റെടുത്തു. ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഒന്നും കണ്ടില്ല. ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തന്നെയാണല്ലോ. എന്നാൽ മാധ്യമത്തിന്റെ ഒരു സ്റ്റോറിയുടെ തലക്കെട്ട് നോക്കൂ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറ്റൊരു കഫീൽ ഖാൻ ആകുമോ എന്നാണ് അവർ തലക്കെട്ടിട്ടത്. കഫീൽ ഖാൻ എവിടെ കിടക്കുന്നു? ഡോക്ടർ ഹാരിസ് ചിറക്കൽ എവിടെ കിടക്കുന്നു? ഇടത് വിരോധം മൂത്ത് മാധ്യമത്തിനെ കേരളത്തിൽ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ശരിക്കും ചിരി വന്നു. ഇവ എന്തുമാത്രം വിരോധം മൂക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനത്തെ തമ്പൊക്കെ ഇടുക അല്ലേ? ഇതേ ഡോക്ടർ തന്നെ റിപ്പോർട്ടർ ചർച്ചയിൽ പറയുന്ന ഒരു ഭാഗവും ഇപ്പോൾ വൈറലാണ്. സിസ്റ്റത്തിനെ അടച്ചാക്ഷേപിച്ചത് എങ്ങും ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ ആ സിസ്റ്റം മൊത്തം ഫോൾട്ട് എന്നാണെന്ന് പറഞ്ഞില്ല. എൻ്റെ പ്രശ്നം വന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ്. അതിൻ്റെ മോഡലാണ്, കേരള മോഡലാണ്. അതിനൊന്നും ഒരു സംശയമില്ല. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ വളരെ ഉന്നതിയിലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർ അടക്കമുള്ളവർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കാത്തത് ഡോക്ടർ ഹാരിസ്?
എന്തുകൊണ്ടാണ് അവർ വിദേശത്ത് ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ചികിത്സ ഇല്ലാത്ത അല്ല, വിദേശത്ത് മന്ത്രി- പോയിക്കോട്ടെ മന്ത്രിമാർ അവർ ഉൾപ്പെടെ സ്വകാര്യ ഉള്ളവരെ ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട്. ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ല, അത് തെറ്റാണ്. മന്ത്രിമാരെ ആശ്രയിക്കുന്നുണ്ട്. നമുക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ബേബി മാത്യു സാർ ഉൾപ്പെടെ MA ബേബി സാർ ഉൾപ്പെടെ ഇപ്പോൾ അടുത്തിടെ പന്യൻ രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാർ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വന്ന് അവർ ചികിത്സ തേടി പോകുന്നുണ്ട്. അവരെല്ലാവരും ഈ വളരെ VIP ഇവിടെ പിന്നെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട VIP രാഷ്ട്രീയത്തിൽ ഔന്നത്യത്തിലുള്ള ആൾക്കാരെല്ലാം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് എൻ്റെ മാത്രമല്ല പല ഡിപ്പാർട്ട്മെൻറ്റിലും കാർഡിയോളജി ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും വന്ന് അവരിവിടെ തന്നെയാണ് ചികിത്സ തേടുന്നതും സർജറി ചെയ്യുന്നതും. മാധ്യമത്തിനെയും മീഡിയ വണ്ണിനെയും ഒക്കെ ആളുകൾ നിരന്തരം കുറ്റം പറയുന്നത് വെറുതെ അല്ല, കുത്തിത്തിരിപ്പ് നല്ലോണം കയ്യിലുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് വന്നു പറഞ്ഞത്. അച്ഛൻ ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. TV കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക, എന്നാലേ നമുക്ക് ഇന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് എല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക് ലഹരി സിനിമയാണ്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു അഭിമുഖം ദ ക്യൂവിലെ മനീഷ് നാരായണൻ ചെയ്ത് കണ്ടു. എല്ലാവരും ആ അഭിമുഖം കാണണം, വളരെ നല്ലതാണ്. ലഹരിക്ക് പൂർണ്ണമായും അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെന്ന് നമുക്ക് ആ വീഡിയോയിൽ കാണാം. വളരെ സത്യസന്ധമായി മനസ്സ് തുറന്ന് ഷൈൻ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ഷൈൻ, ഊർജ്ജസ്വലതയോടെ അഭിനയത്തിലേക്ക് തിരിച്ചു വരൂ. ആശംസകൾ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നു. സൂംബ വിവാദം അവസാനിച്ചു എന്ന് തോന്നുന്നു. എതിർത്ത പല പ്രമുഖരും തന്നെ എതിർപ്പിൽ നിന്ന് പുറകോട്ട് പോയി. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇത് വെറും സൂംബ ആണെന്നും സാമ്പ അല്ലെന്നും തലയിൽ ആൾതാമസമുള്ള ഒരുവിധം എല്ലാ മനുഷ്യർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. എന്നാലും സ്ത്രീ പുരുഷ സമത്വമോ തുല്യതയോ ആഗ്രഹിക്കാത്ത ചിലരൊക്കെ ഇപ്പോഴും അതിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതും കാണുന്നുണ്ട്. എനിക്ക് ഇത്തരത്തിൽ സമൂഹത്തിനെ പുറകോട്ട് നയിക്കുന്ന, സ്ത്രീകളുടെ ജീവിതം നരകമാക്കാൻ ദുസ്സഹമാക്കാൻ നോക്കുന്ന, അവരുടെ സ്വാതന്ത്ര്യം തടയുന്ന, സ്ത്രീയെ തുല്യ വ്യക്തിയായി കാണാത്ത ഒന്നിനോടും ഒരാളോടും യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല. സ്ത്രീകൾ മനുഷ്യരാണ്. അവർക്ക് ജീവിതത്തിൽ സമാധാനം വേണം, സന്തോഷം വേണം, സ്വാതന്ത്ര്യം വേണം, ആരോഗ്യം വേണം, എല്ലാം വേണം. അവർക്കും വേണം ജീവിതം. അതിനൊക്കെ ആര് തടസ്സം നിൽക്കുന്നുവോ അവരൊക്കെയാണ് ശരിക്കും നരകത്തിൽ പോകേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഒരു തരത്തിലുള്ള മതമൗലികവാദികളുമായും യാതൊരു ബന്ധവുമില്ല, താല്പര്യവുമില്ല. ന്യൂനപക്ഷ രാഷ്ട്രീയം, ഫാസിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ്, ഇതൊക്കെ വേറെയാണ്. ഇതൊന്നും മതമൗലികവാദവുമായി ബന്ധപ്പെട്ടതല്ല. അതിന്റെ മറവിൽ മതമൗലികവാദം ഒളിച്ചു കടത്താൻ നോക്കിയാൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. പൗരോഹിത്യവും മതമേലധ്യക്ഷന്മാരും ഒന്നുമല്ല മനുഷ്യർ എങ്ങനെ ജീവിക്കണം, പ്രത്യേകിച്ചും സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് എന്റെ ഇക്കാര്യത്തിലുള്ള ക്ലിയർ സ്റ്റാൻഡ്. എന്റെ വീഡിയോയിൽ കണ്ട ഒരു കമന്റ് ഞാൻ നിങ്ങൾക്കായി വായിക്കാം. തുറന്നങ്ങ് പറയാം സുനിതേ, കേട്ടോളൂ, വളച്ചുകെട്ടില്ലാതെ പറയാം. ഇസ്ലാം മതം പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് മ്യൂസിക്, എന്നാൽ ഉപകരണം ഉപയോഗിച്ചുള്ള സംഗീതം, കവിത ഇതിൽ പെടില്ല. ഉപകരണം ഉപയോഗിച്ചാൽ അതും പെടും. ഹറാമാണ്, മനസ്സിലായോ? നിഷിദ്ധമാണത്. അതുപോലെ ഡാൻസ് അഥവാ ശരീരമിളക്കിയുള്ള ചുവടുകൾ വെക്കുന്നത് ഇതും ഹറാമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അഴകുഴമ്പൻ മുസ്ലിമിനല്ല, ഒറിജിനൽ മുസ്ലിമിന്. അതെ, മതം നിരോധിച്ച കാര്യം ഒരു മുസ്ലിമിനോട് ചെയ്യാൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മനസ്സിലായോ? മദ്യം ഹറാമായ മുസ്ലിമിനോട് അത് കുടിക്കാൻ പറയുന്നത് പോലെയാണ് ഇതും. ഇനി അടുത്ത ചോദ്യം, ഇത് ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന്. അതിനുള്ള ഉത്തരം, ദൈവം നിരോധിച്ച ഒരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ അയാൾ ദൈവത്തെ നിന്ദിച്ചതിനാവും. ഇങ്ങനെ പോവാണ് ഈ കമന്റ്. ഈ കാലത്തും ഇങ്ങനെയൊക്കെ കമന്റ് ഇടുക എന്ന് വെച്ചാൽ അതൊക്കെ എന്ത് തരം തോന്നലാണ്. ഈ ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഡോക്ടർ സംസാരിക്കുന്നത് കണ്ടു, അത് കേട്ടു നോക്ക്. ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ന്യൂമോണിയ എന്നുള്ളത് അസുഖമാണ്. അപ്പൊ ന്യൂമോണിയയെ കുറിച്ച് പിന്നെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ന്യൂമോണിയ ഈസ് എൻ എയർവേ ഡിസീസ്, അത് പിന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എന്ന് എഴുതി നിർത്തി കഴിഞ്ഞാൽ അതോടെ പൂർണ്ണമാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു ന്യൂമോണിയക്ക് അതിന്റെ എറ്റിയോളജി, അതിന്റെ പാത്തോജനിസിസ് അല്ലെ, അതിന്റെ കോംപ്ലിക്കേഷൻസ്, അതെങ്ങനെ വരുന്നു, എന്താണ് പ്രശ്നം, അത് എവിടേക്കാണ് കൊണ്ടുചെന്നെത്തുക എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അതേപോലെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വരുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂംബ ഡാൻസ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കാര്യം, അത് ഉണ്ടാക്കുന്ന പ്രശ്നം, അത് ഇനിയിപ്പോ നമ്മൾ ഇത് ഏറ്റവും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു അധ്യാപകൻ, അദ്ദേഹം ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന്
തുള്ളുന്ന രീതിയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുചെന്നു. കാരണം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റുകളാണ്. ആ ബേസിക് പൊതു സ്കൂളുകളിലേക്ക്, ആ ബേസിക് യൂണിറ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നമ്മൾ ഈ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു DJ പാർട്ടികളിലേക്ക്, ആ രീതിയിലേക്ക് പോകും. ഇതിനെയൊക്കെ എതിർത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എതിർക്കാൻ എനിക്ക് തോന്നുന്നില്ലെങ്കിലാണ് എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇയാളൊക്കെ ഡോക്ടർ ആയാൽ എങ്ങനെയാണ് നമ്മൾ ഇയാളുടെ അടുത്ത് ചികിത്സ തേടി ചെല്ലുക? നമ്മളെ എങ്ങനെയായിരിക്കും ഇയാൾ ചികിത്സിക്കുക? ഇക്കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചത് നമ്മൾ കണ്ടു. ആധുനിക കാലത്തിൽ നിന്ന് പുറകോട്ടാണോ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത്? വീട്ടിൽ പ്രസവിക്കുക, അതിനെ മഹത്വവൽക്കരിക്കുക, എന്നിട്ട് കുഞ്ഞിന് 1 വയസ്സാകുമ്പോൾ മഞ്ഞപ്പിത്തം വരിക, വാക്സിനേഷൻ ഉൾപ്പെടെ ഒന്നും എടുക്കാതെ ചികിത്സ കിട്ടാതെ കുട്ടി മരിക്കുക. കുറച്ചു മുമ്പ് വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരിച്ചിരുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒന്നും ആരുടെയും സ്വകാര്യ സ്വത്തല്ല, അവർ സ്റ്റേറ്റിന്റെ സ്വത്താണ്. പുരുഷനെ പോലെ ജീവിക്കാൻ അവർക്കും സാഹചര്യം വേണം. അതിന് തടസ്സമായി കാണുന്നതിനെയൊക്കെ എതിർക്കുക തന്നെ ചെയ്യും, എതിർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ബാക്കി നാളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.